വൈറ്റ് ഹൌസ് ഖത്തറിൽ നിന്നും ആഡംബര ബോയിംഗ് വിമാനം സ്വീകരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ പ്രതികരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖത്തർ നൽകുന്ന സമ്മാനമാണിതെന്നും അത് സ്വീകരിച്ചില്ലെങ്കിൽ മണ്ടത്തരമാകുമെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിമാനം യുഎസിനെ സമ്മാനിക്കുന്നതാണോ എന്നതിൽ വ്യക്തത വന്നില്ലെന്ന ഖത്തർ വക്താവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് വൈറ്റ് ഹൌസിനെ പ്രതിരോധിച്ചുള്ള ട്രംപിന്റെ പ്രതികരണം. ഖത്തർ അമേരിക്കൻ സർക്കാരിന് ജെറ്റ് സമ്മാനമായി നൽകുമെന്ന റിപ്പോർട്ടുകൾ കൃത്യമല്ല. എയർഫോഴ്സ് വണ്ണിന് പകരം താൽക്കാലിക ഉപയോഗത്തിനായി ഒരു വിമാനം കൈമാറുന്നെന്ന കാര്യം നിലവിൽ ഖത്തർ പ്രതിരോധ മന്ത്രാലയവും യുഎസ് പ്രതിരോധ വകുപ്പും പരിഗണിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നായിരുന്നു ഖത്തർ വക്താവിന്റെ പ്രതികരണം. ഈ ആഴ്ച ട്രംപ് ഖത്തർ സന്ദർശിക്കാനിരിക്കെയാണ് ബോയിംഗ് ജെറ്റ് കൈമാറ്റം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. സുരക്ഷാ കാര്യങ്ങളിലടക്കം അമേരിക്ക രാജ്യത്തെ വർഷങ്ങളായി സഹായിച്ചു വരികയാണെന്നും നേതൃത്വത്തോട് ബഹുമാനമുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. 2 ജെറ്റുകൾ നൽകുന്നതിനായി അമേരിക്ക കാത്തിരിക്കെ ഖത്തറിന്റെ ഈ നടപടി മികച്ചതാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഖത്തറിന്റെ ബോയിംഗ് വിമാനം പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിനായി ഉപയോഗിക്കാനാണ് ആലോചിക്കുന്നത്. പുതിയ ബോയിംഗ് 747-8 വിമാനത്തിന് $40 കോടി വില. ഖത്തർ വിമാനം വൈറ്റ് ഹൌസ് സ്വീകരിച്ചാൽ യുഎസ് സർക്കാരിന് ലഭിച്ചിട്ടുള്ള വില കൂടിയ പാരിതോഷികമായിരിക്കും ഇത്. വിമാനത്തിന്റെ രൂപകൽപ്പനയും അകത്തെ മനോഹാരിതയും കാരണം പറക്കും കൊട്ടാരമെന്നാണ് ഈ വിമാനത്തെ വിളിക്കുന്നത്. എന്നാൽ വിമാനം സ്വീകരിക്കുന്നതിലെ നിയമപരവും സാങ്കേതികവുമായ വശങ്ങൾ സംബന്ധിച്ച ചർച്ച നടക്കുകയാണ്. യുഎസ് ഭരണഘടനയിൽ ഇമോല്യുമെന്റ് ക്ലോസ് എന്നറിയപ്പെടുന്ന ഒരു വ്യവസ്ഥയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും യുഎസ് പ്രസിഡന്റുമാർക്ക് സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന് പരിമിതികൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ബില്ല്. യുഎസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇത്തരം സമ്മാനങ്ങൾ പ്രസിഡന്റ് സ്വീകരിക്കുവാൻ പാടില്ല. നേതാക്കൾ വിദേശ സർക്കാരുകളോട് വിധേയപ്പെടുന്നത് തടയുന്നതിനാണിത്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുൾപ്പെടെ വിവാദങ്ങൾ നിലവിൽ നിലനിൽക്കുകയാണ്.